പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവിധ ഇൻഫർമേഷനും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂൺ മാസത്തിലെ പെൻഷൻ തുക വിതരണമാണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും ലഭിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ പറഞ്ഞതുപോലെ ജൂൺ മാസത്തിന് ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഗഡുവാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 1600 രൂപയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത്. ഇതിനായി 900 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ അവസരത്തിലും 5 മാസത്തിലെ ക്ഷേമ പെൻഷൻ 50 ലക്ഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചു. അത് തുല്യ ഗഡുക്കളായി ഉടനെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള വിഹിതം കുറഞ്ഞ് 1100, 1300 എന്നിങ്ങനെയുള്ള തുകയാണ് എത്തിയിട്ടുണ്ടാവുക. പിന്നീടാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമ്പോൾ ആ മുടക്കം വന്ന തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ കേന്ദ്രവിഹിതം എത്തുകയുള്ളൂ എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് ചെയ്യേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താത്തവർക്ക് നാളെ മുതൽ ആരംഭിക്കും. കൈകളിലേക്കുള്ള വിതരണവും നാളെ മുതൽ ആരംഭിക്കും. ജൂലൈ ആദ്യവാരത്തോടുകൂടി വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ സർക്കാരിന്റെ പൂർണ്ണ ധനസഹായത്താൽ പെൻഷൻ വിതരണം നടത്തുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട്. കുടിശ്ശിക പെൻഷനുകളും ഉടനെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ തുടർച്ചയായി അറിയിക്കുന്നത്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് 2024 ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസ സമയകാലമാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത്. ഈ സമയപരിധിക്കുള്ളിൽ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിലെത്തി 30 രൂപ ഫീസ് നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ഈ കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ തടയപ്പെടും. പിന്നീട് എന്നാണോ ഇവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ളവരുടെ പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്ററിംഗ് നേരത്തെ നിർവഹിക്കുക. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.